إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد സ്നേഹ ബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 14 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടുന്നവർ ഒരു കാരക്കക്കുരുവിൻ്റെ പാട പോലും സ്വന്തമായി നിർമ്മിക്കാനോ അതിൻ്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാനോ കഴിയാത്തവരാണ് എന്ന് പ്രസ്താവിച്ചതിന് ശേഷം ആ ആരാധ്യന്മാരുടെ കഴിവുകേടിനെ, ദുർബലാവസ്ഥയെ വരച്ചു കാണിക്കുകയാണ് തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത്. നിങ്ങൾ എല്ലാറ്റിനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ആരാധ്യന്മാർക്ക്, നിങ്ങൾക്ക് എല്ലാം നേടിത്തരും എന്ന് നിങ്ങൾ കരുതുന്നവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന തന്നെ കേൾക്കൂല. കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ, സംസാരിക്കേണ്ടതുള്ളൂ എന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ വിളി എന്നതിനെയാണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെ വിളിച്ചാലും അത് അവരോടുള്ള പ്രാർത്ഥന തന്നെയാണ്, അത് ആരാധനയാണ്, അത് ഷിർക്കുമാണ്. അതിൽ ഇനി ഒരു അനുവദനീയമായ മറ്റൊരു തേട്ടമെന്ന ഒരു സംഗതി ഇല്ലതാനും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് വചനത്തിൽ, അവർ കേട്ടാലും ഉത്തരം നൽകുകയില്ല എന്ന്. അതായത് അവർ കേൾക്കാൻ കഴിയുമെന്ന് അംഗീകരിക്കലല്ല, മറിച്ച് ഈ ബഹുദൈവ ആരാധകരുടെ വിചാരം അവ കേൾക്കുമെന്നാണല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന്, ബഹുദൈവ ആരാധകരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് ഇനി അവർ കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞതിൻ്റെ ധ്വനി. അതായത് ഒന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇനി അവർ കേട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്താണ്, അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്നിനും കൊള്ളാത്തവരാണ്, പരമ ദുർബലരാണ് എന്ന് അവരുടെ ആ ഒരു അവസ്ഥയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ചു കാണിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത്, പരലോകത്ത് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ശുപാർശകരായി അവർ വരും, സമീപസ്ഥരായിട്ട് സുൽഫ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സമീപ്യം നേടിത്തരും എന്നൊക്കെയാണല്ലോ നിങ്ങൾ അവയുടെ കാര്യത്തിൽ വിശ്വസിക്കുകയും പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അവർ പോലും നാളെ പരലോകത്തിൽ നിങ്ങളുടെ ഈ വിശ്വാസത്തെ, നിങ്ങളുടെ ഈ തേട്ടത്തെ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ സകല ആരാധനയെയും അവരും തന്നെ അത് ഷിർക്കാണെന്ന് പറഞ്ഞ്, പച്ചയായ ഷിർക്കാണെന്ന് പറഞ്ഞ് ബിഷിർക്കിക്കും, നിങ്ങളുടെ ഷിർക്കിനെ അവർ നിഷേധിക്കുമെന്ന് ഒന്നുകൂടെ വിശുദ്ധ ഖുർആൻ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഒരു സഹായവുമായി വരികയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ഷഫാഅത്തോ ഒരു ശുപാർശയോ പിന്തുണയോ ഒന്നും നൽകുകയില്ല എന്ന് മാത്രമല്ല, അവർ നിങ്ങൾക്ക് എതിരായിക്കൊണ്ട് തന്നെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിലകൊള്ളുമെന്നുള്ള ഒരു സംസാരം കൂടെ യക്ഫുറൂന ബിശ്ശിർക്കിക്കും എന്നുള്ള പദം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് കഴിഞ്ഞുകൂടിയവരാണ്, കഴിഞ്ഞു പോന്നവരാണ്. ആ ഞങ്ങൾ എങ്ങനെ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെ ആരാധിക്കാൻ, ഞങ്ങളെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ എങ്ങനെയാണ് ഞങ്ങളവരോട് പറയുക? ഒരിക്കലുമില്ല എന്ന രീതിയിൽ അവർ ആ ഷിർക്കിനെ, ഈ വിളിച്ച് തേടിയവരുടെ പ്രാർത്ഥനയെ, വിളിയെ അവർ നിഷേധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിലും മകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിലൊക്കെ ഈ വിഷയത്തെ ഒന്നുകൂടെ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അവരെ തേടിയ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ച, അവർക്ക് ആരാധനകൾ നിർവഹിച്ച ആളുകള് നാളെ പരലോകത്ത് വരുമ്പോഴേ അവരും തന്നെ അവരുടെ ആ ഷിർക്കിനെ നിഷേധിക്കുമെന്ന്, സയക്ഫുറൂന ബിഇബാദത്തിഹിം, അവരുടെ ആരാധനയെ അവർ നിഷേധിക്കുമെന്ന്, വയകൂനൂന അലൈഹിം ളിദ്ദ, അവർക്കെതിരായി അവർ നിലകൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. 14-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുമ്പോൾ വല യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതുപോലെ കാര്യങ്ങളെ ക്ലിയറായി ഇത്ര കൃത്യമായി പറഞ്ഞു തരാൻ ഇനി അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നുണ്ട്. അതായത് ഇത്ര ലളിതമായി, ഇത്ര കൃത്യമായി, സൂക്ഷ്മമായി ഈ വിഷയത്തെ, വരാനിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു തരാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അവനല്ലാതെ മറ്റാരാണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത നൽകുക? അതുകൊണ്ട് നിങ്ങൾ
അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ നിജസ്ഥിതിയിൽ ഇനി അന്വേഷിച്ചു പോണ്ട, കൂടുതൽ തർക്ക കുതർക്കങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ സഹായിക്കുമോ, ഇവർക്കൊക്കെ ആ നിലക്കുള്ള കഴിവും തൻ്റെ ഇടവും സാമീപ്യവും നൽകിയിട്ടുണ്ടോ എന്നതിലൊന്നും നിങ്ങൾ തർക്കിക്കാൻ പോകേണ്ടതില്ല. നിങ്ങളുടെ പ്രാർത്ഥന ആരാധനകള് അല്ലാഹുവിലേക്ക് മാത്രമാവുക. അല്ലാത്തതിനെ സകലതിനെയും നാളെ ശിർക്കായിക്കൊണ്ട് ആരിലേക്കാണ് അത് ചെന്നെത്തിയത് അവർ നിഷേധിക്കുന്ന രംഗമുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 15 മുതൽ 17 വരെയുള്ള വചനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, മനുഷ്യരെ നിങ്ങൾ എപ്പോഴും സ്വന്തം ആവശ്യം നിറവേറ്റാൻ കഴിയാത്തവരാണ് എന്ന ധ്വനിയാണ് 15-ാമത്തെ വചനത്തിലുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ തന്നെ ഒരു ആശ്രയം, ഒരു അത്താണി നിർബന്ധമായും ഉണ്ടായേ തീരൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഫക്കീറാവുന്നത്. ഫക്കീറായവനെ സഹായിക്കാൻ കഴിയുന്നവൻ ഗനിയാണല്ലോ. അള്ളാഹുവാണ് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നവൻ. അതുകൊണ്ട് അവൻ ഗനിയാണ്. ഗനിയിനെ ആശ്രയിച്ച് ഫക്കീറായ ഒരു മനുഷ്യന് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ തേട്ടങ്ങൾക്കും ഉത്തരമെന്ന നിലക്ക്, പരിഹാരമെന്ന നിലക്ക് ഒരത്താണി അവനെ സംബന്ധിച്ച് വേണമെന്നുണ്ടായിരിക്കെ അത് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹുവിലേക്ക് തന്നെയാണ്, അള്ളാഹുവിലേക്ക് ചുരുക്കിക്കൊണ്ടാണ് അള്ളാഹു അത് സംസാരിക്കുന്നത്. അള്ളാഹു സ്വമദ്, അവനാണ് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങള്, ചോദ്യങ്ങള്, വിളി, അർത്ഥന, പ്രാർത്ഥന എല്ലതും, അത് ഭൗതിക വിഷയങ്ങളിലാവട്ടെ നന്മകള്, ബർസഖിന്റെ കാര്യത്തിലുള്ള രക്ഷയാവട്ടെ, നാളത്തെ പാരത്രിക ലോകത്തിന്റെ നന്മയാവട്ടെ, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോടായിരിക്കണം നീ സഹായം തേടേണ്ടത്. ഇദാ സഅൽത, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞുമകനെ, ഫസ്അലില്ല, നീ അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആശ്രയിക്കുന്ന റബ്ബിലേക്ക് നന്ദിയോടെ സ്തുതിച്ച് പ്രകീർത്തനം ചെയ്ത് തസ്ബീഹോടെ നിങ്ങൾ മടങ്ങുക. നിങ്ങൾ നിർവഹിച്ചാലും അതില്ലെങ്കിലും സകല സ്തുതികളുടെയും അർഹൻ അവൻ മാത്രമാണ്. അവൻ ഗനിയാണെങ്കിൽ അവൻ തന്നെയാണ് ഹമീദിനും അവകാശി, അർഹനായിട്ടുള്ളവൻ എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. എല്ലാ കാര്യങ്ങൾക്കും ആരാണോ നൽകാൻ കഴിവുള്ളവൻ അവനല്ലേ സ്തുതിഗീതങ്ങൾക്ക് അവകാശപ്പെട്ടവൻ എന്നതാണ്. അതുകൊണ്ട് മടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തസ്ബീഹുകൾ, സ്തോത്രങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മാത്രമാവുക. ഇനി മനുഷ്യൻ അവനെ ആശ്രയിക്കുന്ന ആ റബ്ബിനെ വിസ്മരിച്ചിട്ട് അവനെ സ്തുതിക്കുന്നതിനെ തൊട്ട്, പ്രകീർത്തിക്കുന്നതിനെ തൊട്ടൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ, ആരാധനകൾ നിർവഹിക്കാതെ വിട്ടുപോവുകയാണെങ്കിൽ, ഇതെല്ലാം ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹുവിന് ഒന്ന് കൊണ്ടുവരാൻ ഒരു നിലക്കും ഒരു ബുദ്ധിമുട്ടില്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ മടി കാണിച്ച് മാറി നിന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് മനുഷ്യരെ, അള്ളാഹുവിന് ഒരു നഷ്ടമില്ല. അവൻ ഈ രൂപത്തില് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആരാധനകളുമായി കടന്നു പോകുന്ന പുതിയൊരു ജനതയെ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിന്റെ മേൽ അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 2-3 കാര്യങ്ങളെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നന്നായിക്കൊള്ളൂ എന്നുള്ളതാ. അള്ളാഹുവിലേക്കുള്ള തെറ്റവും മടക്കവും ഒക്കെ ആവശ്യങ്ങളായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തോളൂ എന്നുള്ളതാണ്. അകന്നു പോയാൽ അള്ളാഹുവിന് നഷ്ടമൊന്നും വരാനില്ല എന്നത്. റബ്ബ് ഇനി മറ്റൊന്നുള്ളത്, റബ്ബ് തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, ഒരവധി വരെ അവൻ കാത്തിരിക്കുന്നു എന്നുകൂടിയാണ്. അതായത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല, മറ്റൊരു സമൂഹത്തെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ അള്ളാഹു ഒരു അവധി വരെ കാത്തിരിക്കാനുള്ള ഒരു അവസരം നൽകി എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾ എവിടം വരെ പോകും എന്നുള്ളത് റബ്ബൊന്ന് കാണട്ടെ, നോക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ആ കാത്തിരിപ്പ് എന്നുള്ളതാണ്. ഇനി നിങ്ങളെ സമയമാകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൊക്കിക്കളയാൻ അള്ളാഹുവിന് കഴിയും. എന്നിട്ട് പുതിയൊരു സൃഷ്ടിയായി നാളെ പരലോകത്ത് അവൻ മനുഷ്യരെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇവിടെ ബിഖൽഖിൻ ജദീദ് എന്ന പദപ്രയോഗത്തിൽ നമുക്ക് കാണാം. ഇതൊന്നും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒട്ടും ഒരു വീര്യപ്പെട്ട അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു വലിയ
ബുദ്ധിമുട്ടുള്ള ഒരു സാഹസികമായ കാര്യമായിട്ടൊന്നും കാണേണ്ടതില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ യസീർ, വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നതാണ്. ഇനി വചനം 18 വരുമ്പോൾ, പുതിയ സൃഷ്ടിയായി മനുഷ്യനെ കൊണ്ടുവരുന്ന ദിവസം ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ആ വചനത്തെ അള്ളാഹു ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം അങ്ങനെയാണ്. രണ്ടാമത്തെ ഭാഗം, അവർ എത്ര അടുപ്പക്കാരും എത്ര ബന്ധുക്കളും പരസ്പരം അറിയുന്നവരും ഒക്കെ തന്നെ ആയിരുന്നാലും ശരി, ഒരേ രക്തത്തിൽ പിറന്ന ഒരേ കുടുംബത്തിലെ വീട്ടിലെ അംഗങ്ങളായിരുന്നാലൊക്കെ ശരി, മറ്റൊരാളുടെ പാപത്തെ ഏറ്റെടുത്ത് അവന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി ഒരാളെയും മനുഷ്യനായി പിറന്നവനെ നാളെ പരലോകത്ത് കാണില്ല, കിട്ടുകയില്ല എന്ന് തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എന്ന ഭാഗം കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും ആവശ്യത്തിലധികമുള്ള മതിയായ കാര്യങ്ങളുമായിട്ടായിരിക്കും നാളെ പരലോകത്തേക്ക് ഓരോരുത്തരും ഒരുമിച്ച് കൂട്ടുക. എന്ന് വിശുദ്ധ ഖുർആൻ. മതിയായ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ ആരാണ് മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ പോലും അത്രത്തോളം തന്റേടിയായവൻ? ആരുമില്ല. എന്ന ഭാഗങ്ങൾ കൂടെ നമ്മളൊന്ന് ആലോചിക്കുക. യഥാർത്ഥത്തില് മുഹമ്മദിന്റെ പക്ഷത്ത് നിന്ന് മാറി മക്കക്കാരുടെ കൂടെ നിന്നാൽ, മുഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് മാറി പ്രവാചകന്റെ അനുയായികളിൽ നിന്ന ആളുകള് മക്കക്കാരോടൊപ്പം നിലകൊണ്ടു കഴിഞ്ഞാല് അവരുടെ എന്ത് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്നുള്ള ഒരു നിലക്ക് മക്കയിലെ പ്രമാണിമാര് പലരും മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാ. മുഹമ്മദിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ആയില്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് എന്ത് വരും വരായികൾ ഇവിടെ വെച്ചും നാളെ പരലോകത്ത് വെച്ച് വന്നാലും അതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന രീതിയിൽ ചില ആളുകൾ സംസാരിച്ചിരുന്നു, മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു കാര്യത്തെ കൂടെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത് എന്ന് കൂടെ നമ്മൾ ഇതിന്റെ ഒരു കാരണമായി, പശ്ചാത്തലമായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇല്ല, ഒരാളെ കൊണ്ട് അങ്ങനെ കഴിയുകയില്ല എന്നുള്ള. കുടുംബത്തിലെ ആളുകൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ ഈ പ്രമാണിമാർക്ക് എന്ത് ചെയ്യാനാ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കത്തിരിക്കാതെ, പാപഭാരം പേറാൻ പ്രതീക്ഷിക്കാതെ, സ്വന്തത്തിന്റെ നന്മക്കും രക്ഷക്കും വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ആ ഒരുക്കത്തിലേക്കുള്ള പ്രധാന അടയാളങ്ങളാണ് ഒന്ന്, അദൃശ്യമായ രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. മാനസിക ശുദ്ധി നിലനിർത്തേണ്ടത് നിർബന്ധമാണ്. അതിന്റെ ഏറ്റവും നല്ല അടയാളം, അതിന് ഏറ്റവും നല്ല വഴി, അത് നമസ്കാരം തെറ്റാതെ നിർവഹിച്ചു പോരൽ തന്നെയാണ്. അഖാമസ്വല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമസ്കാരം ക്വാളിറ്റി ഉള്ളതാവണം എന്നാണ് അതിന്റെ ആശയം. അതിന്റെ രൂപം കൊണ്ടും അതിന്റെ ഭാവം കൊണ്ടും അതിന്റെ നീയത്ത് കൊണ്ടും സമയം കൊണ്ടും ഉദ്ദേശങ്ങളെ കൊണ്ടും ലക്ഷ്യങ്ങളെ കൊണ്ടും എല്ലാം അതിന്റെ ആ ഒരു ക്വാളിറ്റി പ്രാപിക്കുമ്പോഴാണ് ഒരാൾ നമസ്കാരക്കാരനാവുക എന്ന് പറയാൻ കഴിയുള്ളൂ. അത് അവന് ഗുണമുള്ളൂ എന്നുള്ളതാണ്. പാപഭാരം കൊണ്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ ഭൗതിക ലോകത്ത് നമസ്കാരം ഒരു ഭാരമാകാതിരിക്കുക എന്നുകൂടെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാ. മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും വലിയ അക്രമം അതവന്റെ തിന്മ തസ്കിയത്തിന്, അവന്റെ മനസ്സിന്റെ നന്മബോധത്തെ തിന്മകളിൽ മുഴുകി അതിന് പരിക്കേൽപ്പിക്കലാണ്. അതാവട്ടെ പരലോകത്ത് പാപഭാരം പേരാൻ അവനെ നിർബന്ധിതനാക്കുകയും ചെയ്യും. മനസ്സിന്റെ തസ്കിയത്ത് നഷ്ടപ്പെട്ട് കുറ്റങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ മലീമസമായ കേടുവന്ന മനസ്സുമായിട്ടാണ് ഒരാൾ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നതെങ്കിൽ പാപഭാരം പേറുന്നവനായിരിക്കും ആ മനസ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ തസ്കിയത്തുൻ നഫ്സിനെ ഓർമ്മപ്പെടുത്താണ്. പാപഭാരമില്ലാതെ കടന്നു വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്നുകൂടെ ആ വചനത്തിന്റെ അവസാനത്തില് എന്നതുകൊണ്ട് പരലോകത്തിന്റെ പാപഭാരം തന്നെയാണ് രക്ഷപ്പെടാൻ അനിവാര്യമായത് അദൃശ്യമായ രീതിയിൽ റബ്ബിനെ ഭയപ്പെടല്. രണ്ടാമത്തെ അടയാളം പ്രകടമായത് അത് നമസ്കാരത്തിൻ്റെതാണ്. ഒരുപാട് അതിലൂടെ കിട്ടേണ്ട ക്വാളിറ്റികളെ നേടിയെടുക്കാൻ സഹായിക്കുന്ന ആരാധന. അങ്ങനെ വരുമ്പോൾ സുരക്ഷിതമായ മനസ്സുമായി ഇലല്ലാഹിൽ മസീർ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവാം. മടക്കെന്തായാലും ഉറപ്പാണ്. പക്ഷെ അത് പാപഭാരം ഇല്ലാത്ത മനസ്സിന്റെ ഉടമയായിട്ട് മാറാൻ, തസ്കിയത്തുൻ നഫ്സോടുകൂടി മടങ്ങാൻ കഴിയാന്നുള്ളത് ഭാഗ്യമാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുൻകൂട്ടി രണ്ടെണ്ണം ആ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി വരുന്നത് 19 മുതൽ 22 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്.
രണ്ട് മൂന്ന് പ്രതിഭാസങ്ങളെ വിശദീകരിക്കുകയാണ്. നിത്യജീവിതത്തിൽ മനുഷ്യർ അംഗീകരിക്കുന്നതും അനുഭവിക്കുന്നതുമായ ചില സംഗതികളെ എടുത്തുദ്ധരിച്ചിട്ട് അതിലൂടെ ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ഒരുപോലെയല്ല, സമമാവുകയില്ല. അന്ധകാരങ്ങളും പ്രകാശവും സമമാവുകയില്ല. തണലും ഉഷ്ണക്കാറ്റും സമമാവുകയില്ല. അതുപോലെ തന്നെയാണ് ഇതൊന്നും ഒരുപോലെയല്ലെങ്കിൽ, ഇതൊന്നും സമമല്ലെങ്കിൽ, വ്യത്യസ്തമാണെങ്കിൽ അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരും സമമാവുകയില്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത് എന്ന രീതിയിൽ അള്ളാഹു ഇവിടെ പറയുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങളെ ഒരിക്കലും അത് യോജിച്ചു പോവുകയില്ല, അല്ലെങ്കിൽ ഒരുപോലെയല്ല, സമമല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് എന്ന് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ആ വ്യത്യാസത്തെ, അല്ലെങ്കിൽ ഈ ഉപമകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കാനാണ്. രണ്ടു കൂട്ടരും രണ്ട് തന്നെയാണ്, രണ്ടു കൂട്ടരും ഒരിക്കലും സമമാവുകയില്ല. ആ ബോധ്യം നിങ്ങൾക്ക് വേണം. ജീവിതത്തിൽ നശ്വരമായ ആയുസ്സിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു ജീവിതത്തിന് വെച്ചിട്ടുള്ള ലക്ഷ്യം മറന്നിട്ട് ജീവിക്കുന്നവനും ലക്ഷ്യബോധത്തോടെ കടന്നു പോകുന്നവനും ഒരുപോലെയല്ല എന്നുള്ളതാണ്. രണ്ടു കൂട്ടരുടെയും ജീവിത ശൈലി രണ്ട് തന്നെയാണ്. കർമ്മങ്ങളും സംസാരങ്ങളും ഇടപെടലുകളും ഒക്കെ രണ്ട് തന്നെയാണ്. വ്യത്യാസമുണ്ട്, പരസ്പര അകലമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളത്. അവരുടെ ഖബർ ജീവിതങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. തുടർന്ന് വരുന്ന മക്ഷറയിലും പരലോകത്തുമൊക്കെ ആ നിലക്ക് അവരെ അള്ളാഹുവിന്റെ പ്രതിഫലം പറ്റാൻ രണ്ടിടത്തായി രണ്ട് നിലക്ക് അവരെ അത് അനുഭവിക്കേണ്ടി വരുന്ന, രണ്ട് തരത്തിൽ അതിനെ ആസ്വദിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ പറയാനാണ്, അല്ലെങ്കിൽ ആ പറച്ചിലേക്കാണ് അള്ളാഹു ഏതാനും ചില പ്രാപഞ്ചിക സത്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, അതിലെ വൈവിധ്യങ്ങളെ, വ്യത്യാസങ്ങളെ എടുത്തുദ്ധരിച്ച് ആ നിലക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വചനത്തിന്റെ അവസാന ഭാഗം, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കുന്നു, ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നബിയെ, നീ വിചാരിക്കുന്നവരെ, ജീവിച്ചിരിക്കുന്നവരെ നിനക്ക് സ്വർഗത്തിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സ്വയം ഒരാൾ വഴികേട് തെരഞ്ഞെടുത്തു പോയാൽ അള്ളാഹു അവനെ ആ വഴികേടിൽ നിന്ന് മാറ്റാനും പോകുന്നില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് സന്മാർഗം വന്നു ചേരുക. അള്ളാഹു ഒരാളുടെ വിഷയത്തിൽ സന്മാർഗം ഉദ്ദേശിക്കണമെങ്കിൽ അയാൾ തന്നെ അത് സ്വയം ഉദ്ദേശിക്കേണ്ടതുമുണ്ട്. അപ്പൊ ആ നിലക്ക് പ്രവാചകരെ, താങ്കൾ തന്നെ ഈ മരിച്ചവരെ പോലെ ജീവിക്കുന്ന ആളുകൾ, അതാണ് മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും ഒരുപോലെയല്ല എന്ന് പറഞ്ഞത്. ചില ആളുകളുണ്ട്, അവര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചവരെ പോലെ കടന്നു പോവാണ്. ഞങ്ങൾക്കിതൊന്നും ബാധകല്ല. ഇതിലെ നിർദ്ദേശങ്ങളോ ഈ പറയപ്പെട്ട കൽപ്പനകളോ നിയമങ്ങളോ ഞങ്ങളുമായിട്ടൊരു ബന്ധമല്ല. അങ്ങനെ മരിച്ചവരെ പോലെ കേൾക്കേണ്ടത് കേൾക്കാതെ, കാണേണ്ടത് കാണാതെ, ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ കടന്നു പോകുന്ന, പ്രവർത്തനങ്ങൾക്ക് ക്രമമില്ലാതെ പോകുന്ന ചില ആളുകളുണ്ട്. അവരെ നീ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നബിയെ, അതൊരു ഉപമയാണ്. എങ്കിൽ നബിയെ, ഈ സത്യനിഷേധികളെ, ഈ കടുത്ത കുഫറിന്റെ ആളുകളെ, താങ്കളെ നിഷേധിക്കുന്ന ഈ അവിശ്വാസികളെ നന്നാക്കാൻ നബിയെ നിങ്ങൾക്ക് കഴിയുകയില്ല, കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് എന്ന്. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച അവൻ അവരെ കേൾപ്പിക്കുന്നു. അതായത് അള്ളാഹുവിന് അത് കഴിയും എന്നുള്ളതാണ്. പക്ഷേ അവർ സ്വയം നന്നാവാത്ത കാലത്തോളം, നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത കാലത്തോളം അവരെ നന്നാക്കാൻ അള്ളാഹുവും ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപമ സംസാരമാണ്, പ്രയോഗമാണ് വചനത്തില് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നത്. ഇനി 23, 24 വചനങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടർ അവർ സത്യപ്പെടുത്തുകയും പ്രവാചകന്റെ ആശയങ്ങളെ സത്യപ്പെടുത്തുകയും മറ്റൊരു കൂട്ടർ അവർ അസത്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ മുഹമ്മദ് നബിയുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെ അറിയിക്കുന്നവൻ എന്ന നിലക്കാണ് പ്രവാചകന്റെ നിയോഗമുള്ളത് എന്ന
ഈ നദീർ എന്നുള്ള പദപ്രയോഗമാണ് പ്രവാചകനെ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ ആളുകളെ കാര്യം അറിയിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. ആ അറിയിക്കുന്ന വിവരങ്ങളിലെ മനുഷ്യർ നന്നായി ജീവിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെയും പാപപരിഹാരത്തെയും, അതാണ് പ്രവാചകൻ ഇവിടെ ബഷീർ എന്ന് തൊട്ട് അടുത്ത വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ആളെ സംബന്ധിച്ച് പ്രവാചകൻ കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുന്ന ഒരു താക്കീതുകാരനുമാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ്, ഇന്താറുകളാണ്, മുന്നറിയിപ്പുകളാണ്, വിവരങ്ങളാണ് പ്രവാചകന് നൽകാനുള്ളത്. ഒന്ന്, സന്തോഷത്തിന്റെ, ആളുകൾക്ക് സന്തോഷ വാർത്ത, അതായത് അവർ സ്വർഗീയ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. രണ്ടാമത്തത്, നാരകീയമായ ജീവിതത്തിന്റെ കാരണക്കാരായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ, അവരെ സംബന്ധിച്ച് ആ നിലക്കുള്ളതാണ് പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ കാണേണ്ടതുള്ളൂ എന്നതാണ്. ഇനി വചനത്തിന്റെ മറ്റൊരു ഭാഗമുള്ളത് എല്ലാ സമൂഹത്തിലും താക്കീതുകാരൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഓരോ ജനതക്കും മാർഗദർശിനിയായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ സമൂഹത്തിലും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഏതെല്ലാം എപ്പോഴെല്ലാം നാടുകളിലായി ആരെല്ലാമാണ് കടന്നു വന്നത് എന്നുള്ള രീതിയിൽ എന്നുള്ള വിശദീകരണമൊന്നും പ്രവാചകനിലേക്ക് അല്ലെങ്കിൽ മുഴുവനായി മനുഷ്യരിലേക്ക് അള്ളാഹു നൽകിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിനർത്ഥം വിവരം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് കേവലം 10-25 വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഹദീസുകൾ കൂടെ പഠിക്കുമ്പോൾ അത് 1,00,000-ഓളം അല്ലെങ്കിൽ 1,00,000-ൽ പരം പ്രവാചകന്മാർ കടന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ വിവരം കിട്ടിയത് മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പരിമിതപ്പെടുത്തുന്നത്, ധരിക്കുന്നത് ഒരിക്കലും തന്നെ ഭൂഷണമല്ല. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വമിൻഹും, അതിൽ ചിലതൊക്കെ തന്നെ മല്ലം നഖ്സുസ് അലൈക, താങ്കൾക്ക് വിശദീകരിച്ച് തരാത്ത കേസാണ് നബി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവരിലേക്കൊക്കെ ദൂതന്മാരെ എത്തിച്ചിട്ടുണ്ട് അല്ലാഹു. അവരൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതില്ലാതെ ഒരു ഖൗമും കടന്നുപോയിട്ടില്ല എന്ന് തന്നെയാണ്. അവസാനത്തെ ഖൗമിന് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ആ ദൂതൻ എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. വചനം 25 എത്തുമ്പോൾ ഇനി അള്ളാഹു നിയോഗിച്ച മുന്നറിയിപ്പുകാരായ ദൂതന്മാരായ ആളുകളൊക്കെ അവർ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അവരെ സ്വീകരിച്ചത് എന്നുള്ളത് ആ നിലക്കിലെ അള്ളാഹു അവരെ പറഞ്ഞയച്ച രീതിയെ അള്ളാഹു വിശദീകരിക്കുകയാണ്. ആദ്യം അവർ കൊണ്ടുചെന്നത് അവരടുത്ത് ബയ്യിനാത്ത്, തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ സുബറുണ്ട്, അവരടുത്ത് ഏടുകളുണ്ട്. അതുപോലെ തന്നെ കിതാബുൽ മുനീർ, പൂർണ്ണമായിട്ടുള്ള അവർക്കുള്ള വ്യവസ്ഥാപിതമായ ജീവിത രീതിയൊക്കെ വ്യാഖ്യാനിക്കുന്നതായ ആ നിലക്കുള്ള കിതാബുകളുമുണ്ട്. ഒന്നുകൂടെ സുബറിനേക്കാൾ വിശാലമായി കാര്യങ്ങൾ സംസാരിക്കുന്ന സുബർ ഒരു പക്ഷേ ഏതാനും ചില ഉപദേശ നിർദ്ദേശങ്ങളിലൊക്കെ അടങ്ങുന്ന രൂപത്തിലുള്ള ഏടുകൾ മാത്രമായിരിക്കാം. എന്നാൽ തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആന് പോലുള്ള വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണത പ്രാപിച്ച ആ നിലക്കുള്ള ജീവിത വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്ന ഒരു സംഹിതയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ കൂടെ ഉണ്ടായിട്ടായിരുന്നു പ്രവാചകന്മാർ വന്നിരുന്നത്. മാത്രമല്ല അവരൊക്കെ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ മുഅ്ജിസത്തുകൾ അവർക്കുണ്ടായിരുന്നു എന്നതാണ് ബയ്യിനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒട്ടകം, ഇവിടെ നമുക്ക് വായിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടിയിട്ടാലുള്ള പാമ്പ് നമുക്ക് വായിക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് മുഅ്ജിസത്തുകൾ, ഇതൊക്കെ ബയ്യിനാത്തുകൾക്ക് തെളിവാണെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ സമുദായം എന്ത് ചെയ്തു എന്നാണ് വചനത്തിന്റെ ആദ്യ ഭാഗമുള്ളത്. പ്രവാചകന്മാർ വന്ന രീതിയാണ് വചനത്തിന്റെ അവസാന ഭാഗമെങ്കിൽ വന്നപ്പോൾ ഖൗം എന്ത് ചെയ്തു എന്നതാണ് ആദ്യ ഭാഗം. അവരൊക്കെ തന്നെ സ്വീകരിക്കാനുള്ള എല്ലാ കെട്ടിലും മട്ടിലും പ്രവാചകന്മാർ വന്നിട്ട് അവരെ കൈവിട്ട് കളയുകയാണ് ചെയ്തത് എന്നുകൂടെ 25 വചനത്തിൽ. അതുകൊണ്ട് 26 വചനം അള്ളാഹു പറയുന്നു, റസൂലുകൾ വന്നപ്പോൾ അവരാ നിലക്ക് തെളിവുകൾ ഉണ്ടായിട്ടും നിഷേധിച്ചപ്പോൾ, ഏടുകളെയും മുഅ്ജിസത്തുകളെയും പ്രബലമാക്കാൻ കൊടുത്തിട്ടും അവരാ നിലക്ക് തിരിഞ്ഞപ്പോൾ, എതിർത്തപ്പോൾ അള്ളാഹു അവരുടെ നിഷേധത്തിനെതിരെ അള്ളാഹിന്റെ പ്രതിഷേധം ശരിക്കൊന്ന് കാണിച്ചു കൊടുത്തു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നറിയാനാണ് 26 വചനം. ഫകൈഫ കാന നകീർ, പടച്ചോൻ്റെത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന വിശദീകരണം ഇവിടെ അല്ല. പടച്ചോൻ്റെ അത് എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യം വരുമ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടത് അള്ളാഹു മുൻകാല സമുദായത്തെ നശിപ്പിച്ച മറ്റു വചനങ്ങൾ ഖുർആനിക സൂറത്തിൽ കൈകാര്യം ചെയ്ത് വിശദീകരിച്ച രംഗങ്ങളാണ്. അവിടെയാണ് നമുക്ക് ആദ് സമൂഹത്തെ ഓർക്കാനുള്ളത്. കൈഫ കാന നകീർ നമ്മൾ വായിച്ചു നിർത്താനുള്ളതല്ല. ആദ് സമൂഹത്തിലേക്ക് ചിന്ത പോണം, സമൂദ് ഗോത്രത്തിലേക്ക് ചിന്ത പോണം, ലൂത്ത് നബിയുടെ ജനതയിലേക്ക് ചിന്ത പോണം, നൂഹ് എന്ന പ്രവാചകന്റെ ജനതയെ വെള്ളപ്പൊക്കത്താൽ നശിപ്പിച്ചതിലേക്ക് മനുഷ്യന്റെ ബോധമെത്തണം. ഫകൈഫ കാന നകീർ, ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഒരുപോലെ